വന്ന് കയറിയപ്പോ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് അവളടുത്ത് ഉണ്ടായിരുന്നതല്ലേ. നൂഡിൽസ് ഇവിടെ അറിഞ്ഞൂടെ പരീക്ഷണാണ്, എല്ലാവരും പരീക്ഷണാണ്. ഫോട്ടോ ഇടണ്ട എല്ലമ്മോ. എല്ലാ കുട്ടീനെ കാണാൻ എളാപ്പ വന്നിക്കണേ കേട്ടോ. എളാപ്പ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംറീസ. ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കട്ടോ. പക്ഷെ ഇന്ന് നല്ല ഉഷാറുള്ള വ്ളോഗൊന്നല്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നില്ല, തീരെ വയ്യ. വെള്ളക്കുട്ടിയുടെ ഡോക്ടർ കാണിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ തിരൂര് നെസ്റ്റോയിലൊന്നും പോയിട്ടില്ല. ശരി പോയിക്കണം. അപ്പോൾ നെസ്റ്റോയിലൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗില്. കണ്ടില്ലേ, ആകെ കൊതുകൊക്കെ കടിച്ച്. മൊത്തത്തിൽ ആരൊക്കെ ഇൻസ്റ്റഗ്രാമില് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് എന്താ തക്കാളി പണിയാണോ, തക്കാളി പൊട്ടിയാണോ എന്നൊക്കെ, അങ്ങനെയൊക്കെ പൊട്ടിയുണ്ട് അല്ലേ, അത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നല്ല കേട്ടോ, അത് കൊതുക് കടിച്ചത്. അപ്പൊ പിന്നെ നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പോവാം. ഞാൻ ഫ്രണ്ടിലായിരിക്കുന്ന, ഉമ്മാനെ ഫ്രണ്ടിൽ ഇരുത്തില്ല എന്ന് പറയുന്നത് കാരണം വ്ളോഗ് ചെയ്യാനുള്ളതുകൊണ്ടാട്ടോ. സിപ്പ് അടച്ചിട്ടില്ല. നമ്മള് വിസ്മിയൊക്കെ ചൊല്ലുണ്ട് തോന്നുന്നു. പോവാ പോവാ ചാച്ച എടുത്താളെ, ചാച്ച എടുത്താളെ, എല്ലാവർക്കും ചാച്ച. ഞങ്ങളെ നാടല്ല, സോറി, ഞങ്ങളെ റോഡ് കൺജസ്റ്റഡ് ആണ്. സുന്ദരമായ നാടൻ ഈ ഭൂഗോളത്തിന് കീഴിട്ട് തന്നെ കിട്ടുന്നു. അടിപൊളി സൂപ്പർ നാട്ടുകാരും സൂപ്പർ വീട്ടുകാരും. ഇതാണ് ഞങ്ങളുടെ വഴി. വളരെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഞങ്ങൾ ദുർഘടമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വലിയൊരു ടാസ്കാണ്. ഭയങ്കര ജാട കൂടിയാണ്. എന്തിനാ ഇടക്കിടക്ക് ജാട കൂടിക്കണെന്നൊക്കെ പറയണേ? ഞാനിപ്പോ എന്താ ചെയ്തത്? ഞാനിപ്പോ എന്റെ വീട്ടില് പോയപ്പോഴും പറഞ്ഞില്ലേ, കാട്ടിലാണ് വീട്. കാട്ടില് വീടില്ലേ, റിസോർട്ട് ആക്കിയത്. ഞങ്ങള് റിസോർട്ട് മോഡൽ ഉണ്ടാക്കിയതാണ്, അല്ലാതെ കാട്ടിലായോണ്ടൊന്നല്ല. ഉഷ ചേച്ചിനെ കാണാൻ പറ്റുമോ അതല്ലേ? കൊല്ലക്കുട്ടീനെ കാണാൻ കൊറേ പേര് അല്ലേ? ഉമ്മാന്റെ അടുത്ത് ഉമ്മ ഇപ്പം വന്നിട്ട് ഏകദേശം എത്ര മാസമായി? 1 മാസാ? 2 മാസായാ? കൊറേ ആയി. അത് ഉഷ ചേച്ചി അല്ല, അറിയോ ഇപ്പൊ പറഞ്ഞിട്ടുള്ള. എവിടെ ബേബി, എവിടെയാണ്? അയ്യോ കൊതു കടിച്ച. നാട്ടില് വന്ന മക്കള് തന്നെ കുഞ്ഞു ബേബിനെ കൊതു കടിച്ച. അടുത്ത് വന്നില്ലെങ്കിലും ദൂരെ ഇപ്പൊ പറഞ്ഞ ഇന്നലെ വന്നിട്ടുണ്ട്. പല്ല് വന്നിക്കണോ? പല്ലൊക്കെ എവിടെ കാക്ക? എവിടെ കാക്ക വന്നിട്ടില്ല. ഏട്ടൻ
ഇവിടേക്ക് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു പുറത്തൊക്കെ പോയിക്കോട്ടെ, ആദ്യത്തെ മാതിരി നിങ്ങൾ പിടിച്ചു നിർത്തണ്ടെന്ന്. ഞാൻ കൊതു കടിക്കുന്നു നോക്കട്ടെ മോളെ. ഞങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ട് വരും ഉഷ ചേച്ചിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാൻ ഉപ്പാനോട് പറഞ്ഞു ഞാൻ വരണ്ട്, കാണൊക്കെ കുട്ടിനെ കാണണം. അത് കണ്ട് ബാബുണ്ട് ബാബു ഞാനല്ലേ എന്ന് പോയിക്കോളെ. എങ്ങനെ പോണേ? ഒന്ന് പൊക്കോളി. ടാറ്റ കാണാൻ വരണ്ട. പിന്നെ നേരെ പെല്ലക്കുട്ടിനെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോണം. അവിടുന്ന് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് നെസ്റ്റോല് പോണം. തിരൂര് നെസ്റ്റോല്. ഉണർന്നാ ഉറങ്ങണ്ട. ആകെട്ട് മൊത്തത്തെ പോവാ. അപ്പൊ ഫീഡ് ചെയ്യണ്ടേ? പോയി വാ. ആകെ കോലം കിട്ടുന്നില്ലേ. കുട്ടികളെ കാണുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇഷ്ടമാണ്. പെല്ലക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കുട്ടീനെ. എന്റെ ഭർത്താവ് ഭയങ്കര നന്മമരാണ്. നന്മമരം. ആരോ ഫോണ് അവര് ഫോണ് മറന്നു വെച്ചപ്പോ കൊണ്ടേ കൊടുക്കാനൊക്കെ പോയി. നമ്മള് വിചാരിച്ച ഡോക്ടർ കിട്ടിയില്ല. അപ്പം നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല അല്ലേ, ട്രാഫിക് കാരണം. അപ്പൊ നമ്മള് ഡോക്ടർ ചന്ദ്രശേഖർ ഡോക്ടറാണ്. അല്ലല്ലോ, നമ്മള് പ്രേമചന്ദ്രനല്ലേ കാണിക്കണേ? ഒക്കെ ചന്ദ്രൻ ഉണ്ടായോണ്ട് മാറിപ്പോയതാ. പ്രേമചന്ദ്രനെ കേട്ടോ കാണിക്കുന്നത്. കുഞ്ഞിന് ഡോക്ടറെ കാണിച്ചു. 5 ദിവസത്തേക്കുള്ള മെഡിസിൻ തന്നിട്ടുണ്ട്. അപ്പം 5 ദിവസം മെഡിസിൻ കൊടുത്തിട്ട് വീണ്ടും ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് വന്നു. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. വന്ന് കയറിയപ്പോ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട് കേട്ടോ. മുഖം കാണുന്നില്ലല്ലോ. വാങ്ങിക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കണം. കൊതുക് നെറ്റ് വാങ്ങിക്കാൻ തന്നെ. പട്ടുപാവാട ഇട്ടിട്ട്. ഓക്കെ ശരി ട്ടാ. അമ്മ ഇവിടെ ഫുള്ളിങ്ങനെ അന്തം വിട്ട് നോക്കണം. എന്താണ് ഇത്ര നോക്കാന്? കിട്ടിയാ തൊട്ടിൻ്റെതാ? അങ്ങനല്ല, നമുക്ക് ബെഡിൽ കിടക്കുമ്പോഴുണ്ടല്ലോ കവർ ചെയ്തിട്ട്. ചെറുതാണ് ഇത്. നമുക്ക് ബെഡിൽ തന്നെ കിടക്കുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാ വേണ്ടത്. വോയിസ് അല്ലേ? കളർ ഏതായാലും കൊതുക് കടിക്കാതിരുന്നാ മതി. മറ്റേ കളർ അതെടുത്തു. പാൻറ്റുകളിലെ ഇങ്ങനത്തെ പാൻറ് നല്ല ഭംഗിയാണ്. എവിടെയാണ്? ഇവിടെ തന്നെയാണ്. പാൻറ് നോക്കിയേ, വീട്ടിലിടാൻ പറ്റിയ. നോക്ക്, അതിനകത്ത് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, ഇവിടെ നിന്നുള്ളതാണേ. നല്ല ഭംഗി ഉണ്ടാവും.
6 to 9 or 9 to 12 or 9 to 12 തന്നെ 9 to 12 വേണ്ടി വരില്ല. 12 to 18 ഇത് വേണോ? 12 to 18 അത് വേണ്ടത് മതി. ആ അതമ്മ ഇതെവിടെ നല്ല ഭംഗിയുണ്ടല്ലോ. റേറ്റ് നോക്കിക്കോ. 790. വെള്ളമൊക്കെ കൊടുത്തോക്കുണ്ടമ്മ കുടിക്കണ്ട. ട്രൗസറും ഉണ്ടല്ലേ? ഉണ്ടാവും. വീട്ടിലിടാൻ എന്തെങ്കിലും അത് അവളെടുത്ത് ഉണ്ടായിരുന്നതല്ലേ? ഭംഗിയുണ്ടല്ലേ? ഒന്നും വേണ്ട, പിന്നെ ഇനിയിപ്പോ വേണ്ട. അവൾക്ക് ഇനി ഫ്രൂട്ട്സ് ഇതൊക്കെ വാങ്ങിക്കാണ്ട്. വീട്ടിലേക്ക് എന്തെങ്കിലും പുട്ടുപൊടി വാങ്ങിക്കാം. പാഷൻ ഫ്രൂട്ട് 150. അറിയില്ല ഇങ്ങനെ വാങ്ങിക്കുന്ന എന്താ പാട്. നമ്മള് വാങ്ങിച്ചു കഴിച്ചിട്ടില്ല ഇതുവരെ. ആണ് വാങ്ങിച്ച ഇഷ്ടമുള്ള സംഭവല്ലേ. വേറെന്തൊക്കെയാ? അങ്ങനെ മതി, വേറൊന്നും വേണ്ട. അതിൽക്ക് ഫ്രൈഡ് റൈസിലേക്ക് ആവുമ്പോ എക്സ്ട്രാ മതി. ചിക്കൻ ലോലിപോപ്പ്, ചില്ലി ചിക്കൻ, ഷെസ്വാൻ ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ. വന്ന് ഷംലി എവിടെ എത്തിയെന്ന് അറിയോ? ഫുഡിന്റെ സെക്ഷനിൽ എത്തിയെന്ന്. ഫുഡിന്റെ സെക്ഷനിൽ അതെന്താ? എന്തെങ്കിലും ടച്ചിങ്സ് എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ? ടച്ചിങ്സാ? ഇന്ന് ട്രെൻഡ് അടിക്കാൻ പോവാ ടച്ചിങ്സ് അടിക്കാൻ. നൂഡിൽസ് ഇവിടെ അതിലോട്ട് ഇതെടുത്തായിരുന്നോ? ചിക്കൻ 65. അറിഞ്ഞൂടാ, പരീക്ഷണാണ്. എല്ലാവരും പരീക്ഷണാണ്. നമ്മളിവിടെ നെസ്റ്റോയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പരീക്ഷിച്ചോക്ക എങ്ങനെ ഉണ്ടാകുന്നു ടേസ്റ്റിലെ. മതിയാവോ? ടേബിൾക്ക് എന്താ വേണ്ടി? എന്റെ പൊന്നിന് എന്താ വേണ്ടി? കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗീ ഏതാണ്? മിൽമൻ എടുത്തോ. നമുക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഇതാ നല്ല നമ്പീഷൻസ്. മിൽമേന പ്രൈസ് ഇപ്പൊ ചെറുത് എടുത്താ മതി. അവള് കഴിക്കോ ഇല്ലേന്നൊക്കെ നോക്കിയിട്ട് പിന്നെ വാങ്ങിക്കാം. ഇപ്പൊ ചെറുത് എടുത്താ മതി. അത് മറ്റേതിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ പോലെ നല്ലതല്ല തടി. ഇത് ഇവിടെ എന്തെങ്കിലും ആക്കിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഇതാണ് ഡാബറിന്റെ ഒക്കെ എടുക്കാൻ നോക്കണ്ടിട്ടാ. എല്ലക്കുട്ടീനെ കാണാനേ പപ്പ വരുന്നുണ്ട്. അത്രേ എല്ലക്കുട്ടി പാട്ട് പാടുന്നുണ്ട് കേട്ടോ. പാട്ടിടണ്ട എല്ലമ്മോ? ഇതൊക്കെയാ പറയണ്ടല്ലേ. ഒക്കെ വന്നിങ്ങനോ. എല്ലാ കുട്ടീനെ കാണാൻ എളാപ്പ വന്നിക്കണേ കേട്ടോ. എളാപ്പ
ഏ അതെ പര്യാവരത്ത് വരുന്ന വന്നിട്ടല്ല ചെല്ലക്കുട്ടി പോയിക്കണല്ല ബേബി പോയിക്കണല്ല അപ്പൊ പണ്ടിട്ട് ഇവരറിയോ നമ്മളെ അയൽവാസിയാ എവിടെ പോപ്പി അല്ലമ്മ പോപ്പിമാരുടെ അടുത്തൊക്കെ പോവുക ഒരു കുഴപ്പമില്ല വന്ന് പോയി ഒരു കുഴപ്പമില്ലായിരുന്നു എന്തൊക്കെയുണ്ട് ബാബു? ഞാൻ രാവിലെ എത്തിയതാ. അവിടെ ഇനിയുണ്ട് കാണാൻ ആൾക്കാർ. ഇന്നലെ ഞങ്ങള് വേഗം പോയപ്പോന്നോണ്ട് ഞങ്ങൾ നെസ്റ്റോലാണെന്ന് അറിഞ്ഞിട്ട് ഓടി വന്നതാണ് അവിടെ നിന്ന്. അപ്പൊ ഇന്നലെ കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇന്നലെ കാണാൻ പറ്റിയിട്ടില്ല. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നെസ്റ്റോന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാട്ടോ എൻ്റെ ഇളാപ്പ ഇളയുമ്പോൾ വിളിക്കുന്നത്. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങളിവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഓടി വന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിരുന്നല്ലോ, സർപ്രൈസ് വീഡിയോ. ആ വീഡിയോയിൽ മറ്റെല്ലാവരും കാണിച്ചിരുന്നു, പക്ഷേ അന്ന് ഇളാപ്പ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ആയിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് മോളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതാട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് എന്തെല്ലാം എടുത്തു, ഡ്രസ്സുകൾ ഏതൊക്കെയുണ്ടെന്നൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചു വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ചിലർക്ക് അത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, കാണിച്ചു തരാൻ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ മോൾക്ക് കുറേ സാധനങ്ങളൊന്നും ലഗേജ് ഓവറായതുകൊണ്ട് തന്നെ ഡ്രസ്സുകൾ അതൊന്നും കൂടുതൽ അവിടെ നിങ്ങളുടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ അവിടെ തന്നെ ഒഴിവാക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച്. കൂടുതലും സാമിക്കാൻ്റെ സെലക്ഷനാണ്. സാമിക്ക് അമ്മയും കൂടെ സെലക്ട് ചെയ്ത ഒരു വൈറ്റ് ഉടുപ്പ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട് സ്റ്റിച്ചിങ്, ഞാൻ ഓരോ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ തുന്നിയിടുന്നൊക്കെ കാണുമ്പോൾ മെഷീനില്ലേ എന്നൊക്കെ. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ നാട്ടിൽ വരാനായില്ല, അതുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങിക്കാഞ്ഞത്. ഇവിടെ ഓൾറെഡി മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പം ഇനി കുറേ ഡ്രസ്സൊക്കെ മോൾക്ക് വീട്ടിലിടുന്നൊക്കെ തുന്നാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം കുഞ്ഞില്ലാത്ത സമയത്ത് ഞാൻ വെറുതെ ഒരു രസത്തിനൊക്കെ തുന്നിയെടുത്തിരുന്നു. അപ്പോൾ ഏതായാലും കുഞ്ഞായ സ്ഥിതിക്ക് ഇനി അങ്ങനത്തെ കുറേ തുന്നണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റു വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും മോൾ, ബൈ.